ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ ജോവിയൽ ക്രാഫ്റ്റ്സ്. ആദ്യം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡൈയിങ് ആണ് ചെയ്യുന്നത്. ഒരു ഡൈയിങ് ടെക്നിക്കാണ്. നിങ്ങൾക്ക് ഈ വൈറ്റ് ഷർട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം. ഇത് ഞാൻ ഓൾറെഡി കുറേ യൂസ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് തന്നെയാണ് ഈ വൈറ്റ് ഷർട്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു മടുപ്പ് വന്നു. അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടി ഞാനതൊന്ന് ടൈ ആൻഡ് ഡൈ ചെയ്ത് ഒരു ഡിസൈനിങ് ടൈപ്പായിട്ട് ചെയ്ത് നോക്കാമെന്നോർത്തതാണ്. ഫ്ലോപ്പ് ആവുമോ എങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് ടു എൻഡ് വരെ കാണുക. നിങ്ങൾക്കും ചെയ്യാം. അതുകൊണ്ട് അതിൽ ഞാൻ 1 by 1 ആയിട്ടെല്ലാം ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇതിപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിൽ ഞാൻ ഫുള്ള് ഷർട്ടിൽ ഫ്ലീറ്റ്സ് എടുത്ത് വെച്ച് നല്ല രീതിയിൽ ടൈ ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ടൈ ആൻഡ് ഡൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിസൈനിങ് ടൈപ്പിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നല്ല രീതിയിൽ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ള് ഞാൻ ടൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോയ് നൂല് വെച്ചിട്ടാണ്. റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടാലും നമുക്ക് ചെയ്യാം. റബ്ബർ ബാൻഡ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ടൈ ആൻഡ് ഡൈ ആകുമ്പോൾ പ്രോബ്ലം വരുന്നില്ല. ഞാൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അങ്ങനത്തെയാണ്, സ്പ്രേ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻഡ് ആണെങ്കിലും പ്രോബ്ലം വരുന്നില്ല. ഈവൻ ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായാലും അത് ഉരുക്കിയിട്ടത് വിട്ടു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ആ റിസ്ക് ഏറ്റെടുക്കാതെ ടോയ് നൂല് വെച്ച് തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. ഞാനെപ്പോഴും ടോയ് നൂലാണ് യൂസ് ചെയ്യാറ്, ബാൻഡ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈന് നിങ്ങൾക്ക് എങ്ങനെയാണോ ആപ്റ്റെന്ന് തോന്നുന്ന രീതി നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ ഡ്രസ്സ് എടുക്കാം. വൈറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യില്ല, ഒരു ലിമിറ്റ് വരെ യൂസ് ചെയ്തിട്ട് പിന്നെ അതെടുത്ത് സൈഡിലോട്ട് ഇടും. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. ഇപ്പോൾ സിംഗിൾ ഷെയ്ഡായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ സിംഗിൾ ഷെയ്ഡായിട്ട് തന്നെ ചെയ്തെടുക്കാം. ബ്ലാക്കോ നേവി ബ്ലൂവോ അല്ല ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഒരു വൈറ്റ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഷർട്ടൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അതൊന്നും ഓർത്തിട്ട് പിന്നെ ഇത് മാറ്റിയിടണ്ട. നല്ല ഡീപ്പായിട്ട് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പുതിയതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻറ്റയർലി നല്ല ലുക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ വൈറ്റിൻ്റെ ലുക്കേ മാറ്റി ഞാനൊരു ഡിസൈനിങ് ടൈപ്പ് ഡൈയിങ് ആണ് ചെയ്യുന്നത്. ടൈ ആൻഡ് ഡൈ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം നല്ല ഭംഗിയിൽ തന്നെ ഔട്ടിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ലുക്ക് കിട്ടും എന്നുള്ളത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഞാനത് വെയർ ചെയ്തിട്ട് എല്ലാം ആഫ്റ്റർ ഫിനിഷിങ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഷോർട്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ എന്തായാലും മനസ്സിലാവും. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ഒരു പിങ്കിഷ് റെഡും ഒരു യെല്ലോയും ആണ് മിക്സ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഷെയ്ഡ്സ് വേണമെങ്കിലും എടുക്കാം. ഇതാണ് നമ്മൾ ഫിക്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോൾട്ടാണ്, അത് ഉപ്പുകല്ലാണ്. ഉപ്പുകല്ലും മതി, നമുക്ക് വീട്ടിൽ ചെയ്യാമെന്ന് അതുകൊണ്ടാണ് പറയുക. 10 രൂപയുടെ മുടക്കിയുള്ളൂ. ഒരു കളർ പൗഡർ ഡൈയിങ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. വേറെ എവിടെയും പോയി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുവേണ്ടി കുറേ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു ബോട്ടിൽസ് ഒക്കെ വാങ്ങിയിരിക്കുന്നത്. 2 ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ 2 ഷെയ്ഡ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ റെഡാണ് മിക്സ് ചെയ്തേക്കുന്നത്. നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഹോട്ട് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ വെള്ളം മിക്സ് ചെയ്യാവുള്ളൂ. ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. എനിക്ക് ആവശ്യത്തിനുള്ള മാത്രം ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ക്വാണ്ടിറ്റി എങ്ങനെയാണോ, ഈവൻ സാരിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ടൊക്കെ എടുക്കണം. ഈവൻ ഷർട്ടൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മാത്രം മതി. ഞാൻ ഷർട്ടാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള മാത്രം ഈ ഒരു ബോട്ടിൽ ഫില്ലാവുന്ന രീതിയിൽ മാത്രമേ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഒരു സിറിഞ്ച് കിട്ടിയായിരുന്നു, അത് യൂസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അതിലേക്ക് ഒഴിക്കണമെങ്കിൽ കുറച്ച് പാടായിരുന്നു. സോ ആ സിറിഞ്ച് ഉള്ളതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ യെല്ലോയാണ് ഞാനിപ്പം എടുത്തേക്കുന്നത്. യെല്ലോയുടെ പൗഡറാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ അതിലും ആവശ്യത്തിന് എത്രയാണോ ഉപ്പുകല്ല് വേണ്ടത് ഉപ്പുകല്ല് യൂസ് ചെയ്യുക. ഉപ്പ് പൊടി ഉള്ളവരാണെങ്കിൽ അതും പ്രോബ്ലം ഇല്ല, കുറച്ച് അധികം ക്വാണ്ടിറ്റി ഇടുക. നമ്മൾ നോർമലി ഉപ്പുകല്ല് ഇടുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിലും കുറച്ച് കൂടുതൽ ഇടുക. അതുകൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളവും മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് കാര്യം വെച്ചാൽ ഈ ഡൈയിങ് പൗഡേഴ്സിന് അത് ചിലപ്പം കുറച്ച് കട്ടയായിട്ടൊക്കെ വരും. അതൊക്കെ ഒന്ന് നല്ലതായിട്ട് ബ്ലെൻഡായി അലിഞ്ഞ് ചേരാൻ വേണ്ടിയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറയുന്നത്. ഹോട്ട് വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ലതായിട്ട് ബ്ലെൻഡായി വരും. എൻ്റെ സ്പൂൺ അതിൽ പോയി ഞാനതൊന്ന് എടുത്തതാണ്. കൈ കിട്ടിയത് കത്രികയാണ്, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പൊക്കിയെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ യെല്ലോയും കൂടെ ഈ ബോട്ടിൽ ഫില്ല് ചെയ്യാം. ബ്രെഡ് ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ വരുന്നതിൻ്റെ ക്യാപ്പ് പോർഷൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഹോള് മാത്രം മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ലൈൻസൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ ടെക്നിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനത് ഫ്ലോപ്പ് ആവും എന്താവും എന്നറിയില്ലായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഔട്ട് കിട്ടിയത്. അതാണ് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത്. നിങ്ങൾ എന്തായാലും കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. അങ്ങനെ യെല്ലോയും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. യെല്ലോ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ, അധികമൊന്നും ബാലൻസ് വന്നിട്ടില്ല. അത് ഞാൻ ലാസ്റ്റ് ഈ ഒരു ബോട്ടിലിൽ തന്നെ ഫിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് പിന്നീട് യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എൻ്റെ അയൺ ചെയ്യുന്ന ഏരിയയാണ്, അതിൽ ക്ലോത്തിൽ ഡൈയിങ് വീണത് തുടച്ചതാണ്.
ഓക്കെ, നമുക്ക് യെല്ലോ ആണ്, ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഡിസൈൻ നമ്മൾ ടൈ ചെയ്ത ഇതിൽ ലൈൻസ് ആയിട്ട് ഞാൻ ഡിസൈൻ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സ്പ്രേ ചെയ്ത് ഡിസൈൻസ് കൊടുക്കാട്ടോ. ഞാനിങ്ങനെ ലൈൻസ് ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇതെങ്ങനെയായിരിക്കും ഔട്ട് വരുന്നതെന്നുള്ളത്. അതിൻ്റെ ഒരു ഗസ്സിങ്ങിലൊക്കെയാണ് ചെയ്ത് പോകുന്നത്. ഔട്ട് എങ്ങനെ ആകും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്ത് വൈറ്റ് ഷർട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര സർപ്രൈസായി പോയത്. എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സൈഡിലും ലൈൻസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പ് പോർഷനൊക്കെ നമ്മൾ നോക്കി വെച്ച് അവിടെയും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒക്കെ കളർ ആഡ് ആകാതിരിക്കും. അപ്പോൾ അവിടെ മാത്രം ഭയങ്കര വൈറ്റിഷ് ആയിട്ടിരിക്കും, അപ്പോൾ ആ ലുക്ക് കിട്ടില്ല. നമുക്ക് വൈറ്റിഷ് വേണ്ട, നമ്മൾ വൈറ്റിഷ് ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് മാറ്റി ഒരു ലൈറ്റർ പിങ്കിഷ് ലൈറ്റർ യെല്ലോയുടെ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഷെയ്ഡ്സ് രണ്ടും ഞാൻ മിക്സ് ചെയ്യണത്. റെഡിൻ്റെയാണ് ഞാൻ ആ ഒരു ലൈൻസ് വൈറ്റുള്ള പോർഷനിലേക്ക് ലൈൻസ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഇത് കൊടുക്കുക. നമുക്ക് ലൈറ്റ് ഷെയ്ഡ് മതിയെങ്കിൽ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെ 2 തവണയായിട്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഒരു തിക്നെസ് ആ ഒരു റെഡിന് വേണമായിരുന്നു, അതുകൊണ്ടാണ്. ലൈറ്റ് എല്ലാം ഓൾറെഡി നമ്മൾ എടുത്തേക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും നിങ്ങൾക്കിത് ഡിസൈൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഐഡിയപരമായിട്ടൊക്കെ ചെയ്താൽ ഈ ടൈ ആൻഡ് ഡൈ എന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിലെ പോലെ തന്നെ നമുക്ക് ഡിസൈൻസ് എങ്ങനെ വേണേലും ചെയ്തെടുക്കാം. അതിലെന്തായാലും നല്ല രീതിയിലാണ് നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഫ്ലോപ്പ് ആവില്ല. അതെങ്ങനെയാണ് അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ അത് നല്ല പക്കയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 10 രൂപയുടെ കേസ് കിട്ടേ ഉള്ളൂ. വെറുതെ നമ്മൾ ഷർട്ട്സൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. ഓക്കെ, കുറച്ച് നേരം ഞാൻ ഒരു 15 മിനിറ്റ്സ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒന്ന് അബ്സോർവ് ആവാൻ വേണ്ടി ഫുള്ള്. ഞാനിപ്പോൾ ആ ടോയിൻസൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റുവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതിലാണ്. ഇതിൽ ഇടയ്ക്ക് ഒരു വൈറ്റിഷ് വരുന്നുണ്ട്. വൈറ്റിഷ് വന്നിട്ടും ഈ ഷെയ്ഡ് വന്ന് നല്ല ഭംഗിയാണ്. പക്ഷേ രക്ഷയില്ല, നോക്കി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള കാര്യം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ട് കിട്ടുകയുണ്ടോ, അതാണ് ഞാൻ തുള്ളി ചാടുന്നത്, ആ ഒരു ഫീല്. ഓക്കെ, ഞാനിതിന് വെയർ ചെയ്തിട്ടുള്ളൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ലൈറ്റർ ഷെയ്ഡ് ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി. കണ്ട, അടിപൊളിയായിട്ട്